ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് PSC പഠിച്ചു തുടങ്ങുന്നവർക്കായാലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും പ്രയോജനം ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഈ PSC എക്സാം എന്ന് പറയുന്നത് ഒരു ദീർഘദൂര ഓട്ടമാണല്ലേ. അപ്പോൾ തുടക്കത്തിൽ എല്ലാവർക്കും നല്ല ആവേശമായിരിക്കും. പഠിച്ച് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പം മടുപ്പ് തോന്നും, തളർച്ച തോന്നും. അതൊക്കെ സ്വാഭാവികമാണ്. എനക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ എനർജി എങ്ങനെയായിരുന്നോ അത് നിങ്ങളുടെ പഠനത്തിലുടനീളം നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. കുറേ പേര് എൻ്റെ വീഡിയോസിലൂടെ കമൻറ്റിലൂടെ ചോദിക്കുന്ന കാര്യമാണ് ഡെയിലി ടൈം ടേബിൾ പഠിക്കാനുള്ളൊരു ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്. അതിപ്പം ഞാനെന്താ പറയുക, ഓരോരുത്തരുടെയും ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത്ര സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കണം എന്നൊന്നും എനിക്ക് പറയാനാവില്ലല്ലോ. അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ആ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ 5 മണി മുതൽ 7 മണി വരെ കറണ്ട് അഫേഴ്സ്, GK ഇതൊക്കെ പഠിക്കാം കേട്ടോ. GK എന്നും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ ആ ടൈമിൽ പഠിക്കാം. അതായത് ഈ ടൈമിൽ ഞാൻ കറണ്ട് അഫേഴ്സ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരു ഫ്രഷ് മൈൻഡോട് കൂടി വരുന്ന ടൈമാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പുതിയ കാര്യങ്ങൾ, അതായത് കറണ്ട് അഫേഴ്സിൽ നമ്മൾ പുതിയ കാര്യങ്ങളല്ലേ പഠിക്കാം, അല്ലെങ്കിൽ GK ആയാലും പഠിക്കുമ്പം വേഗം നമുക്ക് എന്താ പറയുക മൈൻഡിലങ്ങ് സെറ്റായി കിട്ടും. ഓക്കെ. പിന്നീട് ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് പ്രഭാത കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തേക്കുള്ള ഫുഡ് ഇതൊക്കെ ചെയ്യാനുണ്ടാവും, അതുപോലെ വീട്ടിലെ ജോലികൾ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ പരമാവധി നിങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മണി, ഒരു 10:15 ആ ഒരു ടൈം ആകുമ്പോഴേക്കന്നെ എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 1 മണി വരെയാണ്, ഉച്ചയ്ക്ക് 1 മണി വരെ. അതായത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ ടോപ്പിക് ഉണ്ടാവില്ലേ, അതായത് GKയിൽ തന്നെ മാർക്കൊക്കെ കൂടുതൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ലോ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഭരണരംഗം തുടങ്ങിയവ ഈ ഒരു ടൈമിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ PYQ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് സെറ്റാകാം. അത് നിങ്ങളുടെ താല്പര്യം പോലെയാണ്. ഈ ടൈമിൽ മാത്സും PYQ ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും, അതായത് മിക്കവർക്കും നല്ല ഉറക്കം വരുന്ന ടൈമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ആ ടൈമിൽ ഉറങ്ങുന്നവരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, എന്തായാലും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ മാത്സും PYQയും ചെയ്യുന്നത് ഉറക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു 3.5 മണിക്കൂർ ഞാൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനുണ്ടാവും, പിന്നെ എന്താ രാത്രിത്തേക്കുള്ള ഫുഡ് കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആ ഒരു ടൈം എന്താ പറയുക നമ്മൾ എടുക്കുക. ആ ഒരു ടൈം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുക. പറ്റുമെങ്കിൽ ഫുഡും ആ ഒരു 7:30 മുന്നേ ആയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ആ ഒരു ടൈമിൽ കഴിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. 7:30 മുന്നേ ആയിട്ട് തന്നെ ഞാൻ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് സെറ്റാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഫുഡ് കഴിക്കാം. ഓക്കെ. പിന്നെ രാത്രി 7:30 തൊട്ട് രാത്രി 9 മണി വരെ റിവിഷൻ ചെയ്യുക. അതായത് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വേഗത്തിൽ റിവൈസ് ചെയ്ത് പോവുക. ഒരുപാട് ടൈം കൊടുത്തിട്ട് ഓരോന്നും മെല്ലെ മെല്ലെ വായിച്ച് പോകണം എന്നല്ല പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഓടിച്ചു വിടുക. നമ്മുടെ മൈൻഡിലേക്ക് എല്ലാം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് പോവുക. പിന്നെ പറയുന്നത് 9:30 മുതൽ നൈറ്റ് 11 മണി വരെയുള്ളതാണ്. അന്ന് പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാവുമെങ്കിൽ അതങ്ങനെ ചെയ്ത് വെക്കുക. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ, അതായത് ഡെയിലി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സിലബസിലെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് പോവുക തന്നെ ചെയ്യും. സിലബസ് കാണുമ്പോൾ നമുക്ക് വലിയ ഒരുപാടുള്ളത് പോലെ തോന്നും. പക്ഷേ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ കുറച്ചായിട്ട്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ലക്ഷ്യം വെച്ച ആ ഒരു എക്സാം എന്താണോ അതിന് മുന്നേ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനാവും, അത് ഉറപ്പാണ്. പിന്നെ LDC 2027 എക്സാമിനൊക്കെ ഇതേ രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആവുന്നത് കാണാൻ കഴിയും കേട്ടോ.
ഇനി അടുത്ത പറയാനിരിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തത് PYQ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡെയിലി ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായാലും PYQ ചെയ്ത് നോക്കണം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ PYQ ചെയ്യുന്നതിലൂടെ PSC ഇപ്പോൾ നിലവിൽ ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ PYQ നോക്കാണ്ട് എന്താ പറയുക സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ടാണ് PYQ മസ്റ്റായിട്ട് നോക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് SCERT NCERT ടെക്സ്റ്റ് ബുക്കാണ്. അത് വായിച്ച് നോക്കിയിട്ട് നമ്മുടെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള നോട്ട്സൊക്കെ വായിച്ചിട്ട് എഴുതി വയ്ക്കുക, എന്നിട്ടത് പഠിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സാണ്. അത് പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് സെൻറ്റൻസ് ആയിട്ട് വലിച്ചു വാരി എഴുതാണ്ട് ഷോർട്ടാക്കി എഴുതില്ലേ. അതായത് നമ്മളിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഷോർട്ടായിട്ട് നിലവിൽ വന്നത്, ആദ്യത്തെ ചെയർമാൻ, അതിൻ്റെ ആസ്ഥാനം എന്നീ കാര്യങ്ങൾ ഷോർട്ടാക്കി എഴുതുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു വിടാൻ വേണ്ടി പറ്റും. കുറേ ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. അതായത് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുക. പഠിക്കുന്നത് എന്താ പറയുക, ഒരു ദിവസം 8-10 മണിക്കൂർ പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം 3-4 അവർ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ആ കിട്ടുന്ന ടൈം നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അതായത് ആ കിട്ടുന്ന സമയം കൂടി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തു, വെറുതെ ഇങ്ങനെ കളിത്തമാശകൾ പറഞ്ഞ് പിന്നെ അല്ലെങ്കിൽ വെറുതെ TV നോക്കുക, അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എത്ര സമയമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ടൈം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതൊരു ബിഗിനർക്കായാലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും ബെസ്റ്റ് ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇതാവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.